ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5 നടക്കും. ഫെബ്രുവരി 8 വോട്ടെണ്ണൽ. 13,033 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്തുണ്ടാവുക. മദ്യനയ അഴിമതി കേസടക്കം സജീവ ചർച്ചയാകുന്ന പ്രതികൂല സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി മൂന്നാമതും അധികാരം പിടിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 70 മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റിലും യുപിയിലെ മിൽക്കിപ്പൂരിലും ഫെബ്രുവരി 5 തന്നെ വോട്ടെടുപ്പ് നടക്കും. ഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കി എന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണ് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. മരണ സർട്ടിഫിക്കറ്റ്, ബൂത്ത് ലെവൽ ഓഫീസറുടെ സാക്ഷിപത്രം അടക്കമുള്ള രേഖകൾ പരിശോധിച്ചാണ് അന്തിമ തീരുമാനമെടുക്കുക എന്നും ഹിയറിംഗ് പ്രക്രിയയും വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി 23 അവസാനിക്കുന്നത്. ഇന്നലെ പുറത്തു വന്ന കണക്ക് പ്രകാരം ഡൽഹിയിൽ 1.55 കോടി വോട്ടർമാരാണുള്ളത്. 84,49,645 പുരുഷ വോട്ടർമാരും 71,73,952 സ്ത്രീ വോട്ടർമാരും. കഴിഞ്ഞ തവണ ഫെബ്രുവരി 8 തിരഞ്ഞെടുപ്പ്. 11 വോട്ടെണ്ണൽ നടന്നു. 16 രണ്ടാം കെജ്രിവാൾ സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തു. 62.82% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. 70-ൽ 63 സീറ്റുകൾ ആം ആദ്മി പാർട്ടിയും 7 സീറ്റുകൾ BJPയുമാണ് നേടിയിരുന്നത്. അഴിമതി കേസിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഇത്തവണ തിരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാണ്. 100 കോടിയുടെ മദ്യനയ അഴിമതിയും 46 കോടിയുടെ വസതി മോടി പിടിപ്പിക്കലും അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ BJP ശക്തമായി ഉന്നയിക്കുന്നു. ആരോപണം കടുപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ കളം നിറഞ്ഞു കഴിഞ്ഞു. അഴിമതി ആരോപണത്തെ മറികടക്കാൻ പതിവ് പോലെ ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് പിടിച്ചു നിൽക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ ശ്രമം. നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ തുടരുന്നതിനൊപ്പം എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം 2,100 രൂപ വാഗ്ദാനം ചെയ്യുന്ന മഹിളാ സമ്മാൻ യോജന, 60 വയസ്സിന് മുകളിലുള്ളവർക്കായി സൗജന്യ ആരോഗ്യ പദ്ധതിയായ സഞ്ജീവനി യോജന തുടങ്ങിയ പദ്ധതികളാണ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് 12,200 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചത് വോട്ട് ചോദിക്കാൻ BJPക്കും ശക്തിയാവുന്നു. കർണാടക, ഹിമാചൽ മോഡലിൽ പ്യാരി ദീദി യോജന പ്രഖ്യാപിച്ച് 2,500 രൂപ സ്ത്രീകൾക്കായി കോൺഗ്രസും വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എങ്കിലും ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വെവ്വേറെയാണ് മത്സരിക്കുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന ഡൽഹിയിൽ BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മയാണ്. ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലേനയ്ക്കെതിരെ കൽക്കാജി മണ്ഡലത്തിൽ BJPയുടെ രമേശ് ബിദൂരി മത്സരിക്കും. അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അൽക്ക ലാംബയെയാണ് കോൺഗ്രസ് ഇവിടെ നിന്നും മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 7 സീറ്റുകളും BJP തൂത്തുവാരിയിരുന്നു. കോൺഗ്രസും AAPയും സഖ്യത്തിൽ മത്സരിച്ചിട്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ന്യൂസ് ഡെസ്ക് ട്രൂത്ത് ലൈവ്.